ഹായ്. അവിടെ എന്നെപ്പോലെ ഗ്രേ ഹെയർസ് തെളിഞ്ഞു തുടങ്ങിയ എൻ്റെ സമപ്രായക്കാരിൽ നിന്നും ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാൻ കൂടുതൽ കേൾക്കുന്നൊരു സംശയമാണ് ഹെന്നയാണെന്നുള്ളത്, ഡൈ ആണെന്നുള്ളത്, അതോ ഫാഷൻ കളേഴ്സ് ആണെന്നുള്ളത്. ഒരു കോസ്മെറ്റോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഈ 3 പ്രോഡക്റ്റിനെയും തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ എത്തിക്സ് ഉള്ള ഒരു കോസ്മെറ്റോളജിസ്റ്റ്, ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ചിലത് പറയാൻ പറ്റും. കമ്പാരിറ്റീവ്ലി പോക്കറ്റ് ഫ്രണ്ട്ലി ആയതിനാലാണെന്ന് തോന്നുന്നു സാധാരണക്കാരായ കസ്റ്റമേഴ്സ് കൂടുതൽ മെറ്റാലിക് ഡൈസ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഫാഷൻ കളേഴ്സ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് താരതമ്യേന കുറവാണ്. കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണെന്നുള്ള രീതിയിൽ ഹെന്ന യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ഫുഡ് പോലും അഡൾട്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സോ നമുക്ക് പാക്കറ്റിൽ വരുന്ന ഹെന്നകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അതിൽ എത്രത്തോളം ഓർഗാനിക് ആണ് എന്നുള്ളതും ക്വസ്റ്റ്യനാണ്. ഹെയർ കവർ ചെയ്യാൻ വേണ്ടി ഇതിൽ ഏത് പ്രൊസീജിയർ നിങ്ങൾ സ്വീകരിച്ചാലും ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോസ്മെറ്റോളജിയുടെ ഹെൽപ്പോട് കൂടി മാത്രം ഏത് പ്രൊസീജിയറും ചെയ്യുക. അലർജിക് ആണോ അല്ലയോ എന്നുള്ളത് പാർട്ട് ടെസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഇടുക. അങ്ങനെയെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഹെന്ന ഉപയോഗിക്കുന്നവർക്കായിട്ട് ഹെന്ന ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ട കുറച്ച് ടിപ്സുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ഫ്രം ലക്ഷ്മി, ലക്ഷ്മി സ്നേഹ.